ഹലോ ഫ്രണ്ട്സുകൾ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ഐറ്റംസും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കണ്ടുപിടിക്കപ്പെട്ടവയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരു മനുഷ്യന്റെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിന്നുണ്ടായതാണ് നമ്മളൊക്കെ കറമുറാന്ന് തിന്നുന്ന നമ്മുടെ ചിപ്സ്. പിന്നെ നമ്മുടെ ഐസ്ക്രീം ഉണ്ടല്ലോ, അതൊരു കുട്ടിയുടെ മറവിൽ നിന്നാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടത്. മാഗിയുടെ ഉത്ഭവവും ഇതുപോലൊരു അബദ്ധത്തിൽ സംഭവിച്ചാണ് കേട്ടോ. സംഗതി ഇതൊക്കെ അബദ്ധവശാൽ കണ്ടുപിടിക്കപ്പെട്ടവയാണെങ്കിലും പിന്നീട് ആളുകൾ അതങ്ങ് ഏറ്റെടുത്തു എന്നതാണ് സത്യം കേട്ടോ. അത്തരത്തിൽ അബദ്ധവശാൽ കണ്ടുപിടിക്കപ്പെട്ട ചില ഐറ്റംസിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സിക്സ്ത് സെൻസ് മലയാളം എസ്എസ്എം അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ 10ാമതായിട്ട് വരുന്നത് പൊട്ടറ്റോ ചിപ്സ്. നമ്മൾ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്ന ഉരുളക്കിഴങ്ങ് ചിപ്സിന്റെ കണ്ടുപിടുത്തം നടന്നത് ഒരു റെസ്റ്റോറൻറ്റിലാണ്. 1853 ന്യൂയോർക്കിലെ സരട്ടോഗ സ്പ്രിങ്സിലെ മൂൺസ് ലേക്ക് എന്ന റെസ്റ്റോറൻറ്റിലാണ് സംഭവം നടക്കുന്നത്. കൊർണേലിയസ് വാൻഡൻ ബിൽറ്റ് എന്ന കസ്റ്റമർ തനിക്ക് കഴിക്കാൻ ഫ്രൈകൾ ഓർഡർ ചെയ്തു. എന്നാൽ അത് രുചിച്ച് നോക്കിയ അയാൾ ഈ ഫ്രൈകൾ വളരെ കട്ടിയുള്ളതും അസംസ്കൃതവുമാണെന്ന് പരാതിപ്പെട്ടു. ഇത് ഉണ്ടാക്കിയ ഷെഫിന് അനുഭവപരിചയമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ജോർജ് ക്രം എന്ന ഷെഫിനെ വല്ലാതെ വേദനിപ്പിച്ചു. അയാളുടെ വിമർശനത്തിൽ അരിശം കൊണ്ട ഷെഫ് ഉരുളക്കിഴങ്ങുകൾ വളരെ കനം കുറച്ച് അരിഞ്ഞ് അത് ബ്രൗൺ കളറിൽ വറുത്തെടുത്ത് പൊട്ടിച്ചിതറിയ പോലെയുള്ള റൗണ്ട് കഷ്ണങ്ങൾക്ക് മുകളിൽ അയാൾ കുറച്ച് ഉപ്പുമൊക്കെ വിതറി. കാര്യം കൊമോഡോർ വാട്ടർ ബിൽറ്റിനോട് ഉള്ള ദേഷ്യം കൊണ്ട് ഷെഫ് ചെയ്ത ഐറ്റം ആണെങ്കിലും അയാൾക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതോടെ റെസ്റ്റോറൻറ്റ് ഉടമയായിട്ടുള്ള ഹാരിയറ്റ് മോൺ ഈ ചിപ്സുകൾ ഇനി മുതൽ മോൺസ് ലേക്ക് ഹൗസിന്റെ സിഗ്നേച്ചർ വിഭവമായി അറിയപ്പെടുമെന്ന് പ്രഖ്യാപിച്ചു. പിന്നീടുള്ള വർഷങ്ങളിൽ ഷെഫ് ക്രംസ് പ്ലേസ് എന്ന പേരിൽ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് സമീപത്ത് തുറന്നു. അവിടെ വാട്ടർ ബിൽറ്റിനെ പോലുള്ള കോടീശ്വരന്മാർ സരട്ടോഗ ചിപ്സുകൾക്കായിട്ട് മണിക്കൂറുകളോളം വരിയിൽ നിൽക്കാനും തുടങ്ങി. ഇന്നിതാ ഇവയുടെ രുചി നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നായിട്ട് മാറി. അങ്ങനെയായിരുന്നു ഉരുളക്കിഴങ്ങ് ചിപ്സുകളുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്വന്തം തലയണയാണ് 9ാമത്തെ ലിസ്റ്റിൽ. ഈ തലയണ ഇല്ലാതെ ഉറങ്ങുന്ന കാര്യം നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലേ. അതിന്റെ സോഫ്റ്റ്നെസ് അനുസരിച്ച് നമ്മുടെ ഉറക്കത്തിന്റെ സുഖമൊക്കെ കൂടും. എന്നാൽ ആദ്യ കാലത്തൊക്കെ ആളുകൾ തലയണ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് കല്ലുകളായിരുന്നു. അക്കാലത്ത് തലയണ ഉപയോഗിച്ചിരുന്നത് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി ആയിരുന്നില്ല, പ്രാണികളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അന്നൊക്കെ തലയണ വെച്ചിരുന്നത്. അത് ചെവിക്കുള്ളിൽ പ്രാണികൾ കയറാതെ അവരെ സഹായിച്ചു. എന്നാൽ ഒരിക്കൽ ഒരു സേവകൻ അബദ്ധവശാല് രാജാവിന്റെ തലയണയിൽ അയാളുടെ വസ്ത്രങ്ങൾ ഇട്ടു. അറിയാതെ അതിൽ തലവെച്ച് കിടന്ന രാജാവിന് അത് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നീടാണത്രേ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള മൃദുവായിട്ടുള്ള തലയണകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. സോ അടുത്തത് സ്റ്റിക്ക് ഐസ്ക്രീമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റിക്ക് ഐസ്ക്രീം ഒരു കുട്ടിയുടെ മറവിയിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ. അത് എങ്ങനെയാണെന്നല്ലേ, 1905 സാൻ ഫ്രാൻസിസ്കോയിലെ ബേ ഏരിയയിലുള്ള 11 വയസ്സുകാരനായിട്ടുള്ള ഫ്രാങ്ക് എപ്പേഴ്സൺ ആണ് ആദ്യത്തെ പോപ്സിക്കിൾ അഥവാ ഐസ് പോപ്പ് കണ്ടുപിടിച്ചത്. ഒരിക്കലും കളി കഴിഞ്ഞെത്തിയ ഫ്രാങ്ക് ഒരു സ്പൂൺ കൊണ്ട് വെള്ളവും സോഡയും മിക്സ് ചെയ്ത് വെച്ചു. എന്നാൽ അതവൻ കുടിക്കാനായിട്ട് മറന്നുപോയി. രാത്രി മുഴുവൻ അത് അവിടെ അങ്ങ് ഇരുന്നു. അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നത് കാരണം അത് മരവിച്ചുപോയി. പിന്നീട് അത് രുചിച്ചു നോക്കിയപ്പോൾ അവൻ അത് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഫ്രാങ്ക് തന്റെ ആ കണ്ടുപിടുത്തത്തിന് എപ്സിക്കിൾ എന്ന് പേരിട്ടു. അവൻ അത് അയൽപ്പക്കത്തുള്ള എല്ലാ കുട്ടികൾക്കും കൊടുത്തു. 1923 ഫ്രാങ്ക് തന്റെ രുചികരമായിട്ടുള്ള എപ്സിക്കിൾസ് നെപ്റ്റ്യൂൺ ബീച്ചിൽ വിൽക്കാൻ തീരുമാനിച്ചു. ഉപഭോക്താക്കൾക്ക് ഫ്രാങ്കിന്റെ എപ്സിക്കിൾസ് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ 1924 ഫ്രാങ്ക് തന്റെ ഐസ് പോപ്പുകൾ ലോകവുമായി പങ്കിടുവാനായി എപ്സിക്കിൾസ് പേറ്റന്റ് നേടി. ഇതായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന സ്റ്റിക്ക് ഐസ്ക്രീമുകളുടെ തുടക്കം. സോ അടുത്തത് 7th വൺ, ഫ്രിസ്ബി. നിങ്ങൾ ഫ്രിസ്ബി ഗെയിം കണ്ടിട്ടില്ലേ? ഈ ഗെയിം ആദ്യം കണ്ടുപിടിച്ചത് വില്യം ഫ്രിസ്ബി എന്ന കേക്ക് കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം വളരെ ആലോചിച്ച് പ്ലാൻ ചെയ്ത് കണ്ടുപിടിച്ച സംഗതിയൊന്നുമല്ല കേട്ടോ ഇത്. വളരെ യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിന് തോന്നിയ ഒരു ആശയമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ കടയിൽ ഭക്ഷണം വയ്ക്കാനായിട്ട് ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. വില്യം കേക്കുകൾ ആളുകൾക്ക് നൽകിയിരുന്നത് ആ പ്ലേറ്റിലായിരുന്നു കേട്ടോ. ഒരിക്കല് ചില കുട്ടികൾ ആ കേക്ക് കഴിക്കാൻ അവിടേക്ക് വന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതോടെ അവർ ആ പ്ലേറ്റിൽ കളിക്കാൻ തുടങ്ങി. അവർ ആ കളി വളരെ ആസ്വദിച്ചിരുന്നു. അങ്ങനെ ആ പ്ലേറ്റ് കാരണം അവർ ദിവസവും കേക്ക് കഴിക്കാൻ അവിടേക്ക് വരാൻ തുടങ്ങി. കേക്ക് കഴിച്ചു കഴിഞ്ഞാലുടൻ തന്നെ അവർ ഈ ഗെയിം കളിക്കുന്നത്, ഈ പ്ലേറ്റ് വെച്ചിട്ട് ഗെയിം കളിക്കുന്നത് പതിവാക്കി. അങ്ങനെ അവർ ഈ ഗെയിമിന് ഫ്രിസ്ബി എന്ന് പേരിട്ടു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഫ്രിസ്ബി ഗെയിം. സംഭവം എങ്ങനെയുണ്ട്? കാര്യം നമ്മളും ഫുഡൊക്കെ കഴിക്കാൻ പോകും, എങ്കിലും അബദ്ധത്തിൽ പോലും ഇങ്ങനെയുള്ള ഐഡിയാസ് ഒന്നും നമ്മുടെ ഒന്നും തലമുണ്ടയിൽ തോന്നിയിട്ടില്ല അല്ലേ. സോ 6th വൺ, മൈക്രോവേവ്. നിങ്ങൾക്കറിയോ ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മൈക്രോവേവ് ഓവൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന്? പേഴ്സി സ്പെൻസർ എന്ന ആള് തന്റെ ജോലിക്കിടെ പോക്കറ്റിൽ കിടന്ന മിഠായി ഉരുകി ഒലിക്കുന്നത് കണ്ടതിനെ തുടർന്ന് ഉണ്ടായ സംഗതിയാണ് മൈക്രോവേവ് ഓവൻ.
അതിന് പിറകിലെ സത്യാവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് റഡാർ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളിലായിരുന്നു പേഴ്സി സ്പെൻസർ. ഒരു ദിവസം പരീക്ഷണത്തിനിടെ തന്റെ പോക്കറ്റിൽ കിടന്ന ചോക്ലേറ്റ് ബാർ ഉരുകി ഒലിച്ചതായിട്ട് അദ്ദേഹം കണ്ടു. ഇതിനു മുമ്പും പലരും ഇത്തരം ഒരു പ്രതിഭാസം നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും സ്പെൻസർ അതിനെ വെറും ഒരു യാദൃച്ഛികതയായിട്ട് കണ്ട് തള്ളിക്കളയാൻ തയ്യാറായിരുന്നില്ല. താൻ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന തരം വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുമോ എന്നായി അദ്ദേഹത്തിന്റെ പരീക്ഷണം. അങ്ങനെ കുറച്ച് ചോളമണികളെ തരംഗങ്ങൾ ഉപയോഗിച്ച് പൊരിച്ച് അദ്ദേഹം പോപ്കോൺ നിർമ്മിച്ചു. ഇത്തരത്തിൽ പല ഭക്ഷണ പദാർത്ഥങ്ങളിലും പരീക്ഷണം നടത്തി. ഓരോന്നിന്റെയും താപനിലയും രേഖപ്പെടുത്തി. ഒരിക്കൽ പരീക്ഷണത്തിനിടെ കോഴിമുട്ട അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്റെ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കുക വരെ ഉണ്ടായി. ഒരു പെട്ടിക്കുള്ളിൽ തരംഗങ്ങളെ ഒതുക്കി നിർത്തി പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കാമെന്നും സ്പെൻസർ കണ്ടെത്തി. തന്റെ കണ്ടെത്തൽ പേറ്റന്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ റഡാർ റേഞ്ച് എന്ന പേരിൽ അദ്ദേഹം മൈക്രോവേവ് അടുപ്പ് താൻ ജോലി ചെയ്യുന്ന റദിയോണിയിലൂടെ 1947 വിപണിയിലെത്തിക്കുകയും ചെയ്തു. 6 അടിയോളം ഉയരവും കിലോ കണക്കിന് ഭാരവും വലിയ വിലയുമൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ആ മൈക്രോവേവ് അടുപ്പിന്റെ കേട്ടോ. അടുത്ത നെക്സ്റ്റ് ടീ ബാഗ്. ചായ പ്രേമികൾക്ക് എളുപ്പത്തിൽ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടീ ബാഗ് കണ്ടുപിടിച്ചത് എങ്ങനെയെന്ന് പറയട്ടെ. ന്യൂയോർക്ക് നഗരത്തിൽ 1900 തുടക്കത്തിലാണ് ടീ ബാഗുകളുടെ കണ്ടുപിടുത്തം നടന്നത്. തോമസ് സള്ളിവൻ എന്നൊരു ചായക്കടക്കാരനായിരുന്നു ടീ ബാഗുകളെ നമുക്ക് സമ്മാനിച്ചത്. അദ്ദേഹം തന്റെ ഉപഭോക്താക്കൾക്ക് സൗജന്യമായിട്ട് ചായ സാമ്പിളുകൾ അയക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ സാമ്പത്തികമായിട്ട് അല്പം പിന്നോക്കാവസ്ഥയിലായിരുന്നു തോമസ്. എന്നാൽ അക്കാലത്ത് ചായ ഒരു ആഡംബര വസ്തുവുമായിരുന്നു. അതുകൊണ്ട് തന്നെ സള്ളിവൻ അത് തകരപ്പെട്ടികളിലാക്കി വിറ്റു. എന്നാൽ ചെറിയ അളവിലുള്ള സാമ്പിളുകൾ സൗജന്യമായി അയക്കേണ്ടതിനാൽ ചെലവ് ചുരുക്കാൻ തോമസ് ഒരു പദ്ധതി ആവിഷ്കരിച്ചു. അതിന്റെ ഭാഗമായിട്ട് ചെറിയ സിൽക്ക് പൗച്ചുകളിൽ നിറച്ച ചായ സാമ്പിളുകൾ അദ്ദേഹം അയക്കാനായിട്ട് തുടങ്ങി. തോമസ് പണം ലാഭിക്കാനായിട്ട് ചെയ്ത കാര്യമായിരുന്നു അത് കേട്ടോ. എന്നാൽ ഈ പൗച്ചുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന ആശയക്കുഴപ്പത്തിലായ ഉപഭോക്താക്കൾ അത് നേരിട്ട് കപ്പിലിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ചായ ഉണ്ടാക്കാൻ തുടങ്ങി. അതിശയകരമെന്ന് പറയട്ടെ, അങ്ങനെ ചായ ഉണ്ടാക്കുന്ന പ്രക്രിയ വളരെ എളുപ്പമാണെന്ന് അവർ അതിലൂടെ കണ്ടെത്തി. ഇത് തോമസിൽ നിന്ന് കൂടുതൽ ചായ പൗച്ചുകൾ ഓർഡർ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ചു. അങ്ങനെ തോമസ് ആ ചായ ബാഗുകൾ വിൽക്കാൻ തുടങ്ങി. ഇത് അദ്ദേഹത്തിന്റെ ബിസിനസിനെ വളർത്തി. അങ്ങനെ തോമസ് പൈസ ലാഭത്തിനായിട്ട് ചെയ്ത ഈ കാര്യത്തിൽ നിന്നാണ് നമ്മുടെ ടീ ബാഗുകൾ വളരെ ആകസ്മികമായിട്ട് ഉയർക്കൊണ്ടത്. അടുത്ത് നമ്മുടെ സ്വന്തം മാഗിയാണ് കേട്ടോ. കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവർക്ക് ഏറെ ഇഷ്ടമുള്ള നമ്മുടെ മാഗി റബ്ബറിൽ നിന്നാണ് കണ്ടുപിടിച്ചതെന്നൊരു തെറ്റിദ്ധാരണ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള ജൂലിയസ് മാഗിയാണ് 1872 മാഗി കണ്ടുപിടിച്ചത്. സ്വിറ്റ്സർലാൻഡിലെ വ്യാവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഫാക്ടറികളിൽ ഏറെ നേരം ജോലി ചെയ്ത് വീട്ടിൽ പോയിട്ട് പാചകം ചെയ്യേണ്ടി വന്നിരുന്നു. ഇത്തരമൊരു ദുഷ്കരമായിട്ടുള്ള സമയത്താണ് സ്വിസ് പബ്ലിക് വെൽഫെയർ സൊസൈറ്റി ജൂലിയസ് മാഗിയുടെ സഹായം സ്വീകരിച്ചത്. അവരുടെ നിർബന്ധപ്രകാരമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മാഗി നൂഡിൽസ് പിറന്നത്. ജൂലിയസ് അവരുടെ കുടുംബ പേര് തന്നെ ആ ഉൽപ്പന്നത്തിന് നൽകി. 1897 ജർമ്മനിയിലാണ് മാഗി നൂഡിൽസ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. തുടക്കത്തിൽ ജൂലിയസ് പ്രോട്ടീൻ അടങ്ങിയ ഒരു ഭക്ഷണവും റെഡിമെയ്ഡ് സൂപ്പുമാണ് ഉണ്ടാക്കിയത്. അതിനിടയിൽ വളരെ ആകസ്മികമായിട്ടാണ് അവരുടെ ഫിസിഷ്യൻ സുഹൃത്ത് ഫിലോട്രിൻ ഷുലാന്റെ സഹായത്തോടെ 2 മിനിറ്റിനുള്ളിൽ മാഗി രൂപപ്പെട്ടത്. ആളുകൾക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. മാഗി ആദ്യമായിട്ട് അമേരിക്കയിലും ചൈനയിലും അവതരിപ്പിച്ചപ്പോൾ ചൈനക്കാർ അതിനെ സാധാരണ ഒരു ഫുഡായിട്ട് അതിനെ കണ്ടു. എന്നാൽ US ആളുകൾ കരുതിയത് ഇത് റബ്ബർ കൊണ്ട് നിർമ്മിച്ചതാണെന്നായിരുന്നു. കാരണം അതിന്റെ ഘടനയും റബ്ബർ പോലെ ആയിരുന്നല്ലോ. അതിനെ ചൊല്ലി പല വിവാദങ്ങളും ഉണ്ടായി. എന്നാൽ പിന്നീട് ആളുകൾ സത്യം മനസ്സിലാക്കി. എല്ലാവരും അത് കഴിക്കാൻ തുടങ്ങി. തുടർന്ന് ഇന്ത്യയിലും മാഗി ലോഞ്ച് ചെയ്തു. പിന്നീട് 1947 നെസ്ലെ മാഗി വാങ്ങുകയും അതിന്റെ ബ്രാൻഡിങ്ങും വിപണനവും മാഗിയെ എല്ലാ വീടുകളിലെ അടുക്കളകളിലേക്കും എത്തിക്കുകയും ചെയ്തു. സോ തേർഡ് വൺ ബബിൾ ഡ്രാപ്പ് ആണ്. ബബിൾ ഡ്രാപ്പ് കണ്ടുപിടിച്ചത് തന്നെ ഭിത്തിയിൽ ഡിസൈൻ നൽകാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ബബിൾ ഡ്രാപ്പ് പെയിന്റ് ടിന്നിന്റെ ഒപ്പം പാക്ക് ചെയ്ത് വന്നിരുന്നത്. എന്നാൽ പിന്നീട് ഈ ബബിൾ ഡ്രാപ്പ് പെയിന്റ് ടിന്നുകളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ടെന്ന് ചിലർ ശ്രദ്ധിച്ചു. അതോടെ ബബിൾ ഡ്രാപ്പ് അതിന്റെ യഥാർത്ഥ ജോലിയിൽ നിന്ന് മാറി പാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നായിട്ട് മാറി. ഇന്നും വളരെ വ്യാപകമായിട്ട് തന്നെ പാക്കേജിങ്ങിൽ ബബിൾ ഡ്രാപ്പ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. സോ അടുത്തത് നമ്മുടെ സ്വന്തം തീപ്പെട്ടിക്കുള്ളിയാണ്. അടുക്കളയിൽ നമ്മുടെ അമ്മമാർക്കൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത തീപ്പെട്ടിക്കുള്ളിയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു സംഗതിയാണ് കേട്ടോ. 1826 കാലഘട്ടത്തിലാണ് രസകരമായിട്ടുള്ള ആ കണ്ടുപിടുത്തം. ജോൺ ബാക്കർ എന്ന രസതന്ത്രജ്ഞൻ ഒരു ചെറുവടി ഉപയോഗിച്ച് പൊട്ടാസ്യം ക്ലോറേറ്റ്, ആന്റിമണി സൾഫൈഡ്, മറ്റ് ചേരുവകൾ എന്നിവയുടെ മിശ്രിതം ഇളക്കുകയായിരുന്നു. ഇളക്കിക്കൊണ്ടിരുന്ന വടി കുറച്ചു സമയം അനക്കാതെ വെച്ചപ്പോൾ ഈ മിശ്രിതത്തിന്റെ ഒരു ഭാഗം ഇളക്കുന്ന വടിയുടെ അറ്റത്ത് ഉണങ്ങിപ്പിടിച്ചു. ബാക്കർ ഉണങ്ങിയ ഭാഗം കളയാൻ വേണ്ടിയിട്ട് കല്ലുതറയിൽ അത് കൊണ്ടുപോയി ഉരച്ചപ്പോൾ വടിയുടെ അറ്റത്ത് തീയുണ്ടായി. ഇത് വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. ചുരുങ്ങിയ ചെലവിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ തീയുണ്ടാക്കാനുള്ള ബാക്കറുടെ ഈ വിദ്യയാണ് നമ്മൾ ഇന്ന് കാണുന്ന തീപ്പെട്ടിക്കൊള്ളിയുടെ തുടക്കമായിട്ട് അറിയപ്പെടുന്നത്. അടുത്തത് നമ്മുടെ ലാസ്റ്റായിട്ട് സ്ലിംകി ടോയ് ആണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കളർഫുൾ കളിപ്പാട്ടമാണ് സ്ലിംകി ടോയ്.
പള്ളിപ്പെരുന്നാളിനും ഉത്സവങ്ങൾക്കുമെല്ലാം ഒട്ടുമിക്ക കുഞ്ഞുങ്ങളുടെയും കയ്യിൽ പല കളറുകൾ ഒന്നിച്ചു ചേർന്ന സ്പ്രിംഗ് രൂപത്തിലുള്ള ഈ ടോയ് നമുക്ക് കാണാല്ലേ. സത്യത്തിൽ ഇതൊരു കളിപ്പാട്ടമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട കാര്യമായിരുന്നില്ല. 1943 നാവിക എഞ്ചിനീയർ ആയിട്ടുള്ള റിച്ചാർഡ് ജെയിംസ് കപ്പലുകളിലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഉപകരണങ്ങളെ ഉരുണ്ടു പോകാതെ സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു സ്പ്രിംഗ് ആയിരുന്നു അത്. ഒരിക്കൽ അദ്ദേഹം പണിയെടുക്കുന്നതിനിടയിൽ കമ്പി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ സംഗതി അബദ്ധത്തിൽ ഒരു ഷെൽഫിൽ നിന്ന് താഴെ വീണു. ഉടനെ വളരെ കൗതുകരമായ രീതിയിൽ അത് ചലിക്കുന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. അന്ന് രാത്രി ജെയിംസ് വീട്ടിലെത്തി തൻ്റെ ഭാര്യ ബെറ്റിയോട് ഈ വയറിൻ്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ട് ഇതൊരു മികച്ച കളിപ്പാട്ടമാക്കി കൂടാ എന്നവർ ചിന്തിച്ചു. വളരെ കൗതുകത്തോടെ ബെറ്റി ഒരു നിഘണ്ടു പരിശോധിച്ച് ആ കളിപ്പാട്ടത്തിന് സ്ലിങ്കി എന്ന പേര് നൽകി. 1945 ആ ദമ്പതികൾ ജെയിംസ് ഇൻഡസ്ട്രീസ് എന്ന പേരിൽ ഒരു ബിസിനസ് സ്ഥാപിച്ചു. അതിലൂടെ സ്ലിങ്കി എന്ന ടോയ് ജനിച്ചു. ഇന്ന് 30 ദശലക്ഷത്തോളം സ്ലിങ്കികൾ ലോകമെമ്പാടും വിറ്റു. 1999 US പോസ്റ്റൽ സർവീസ് ഒരു സ്ലിങ്കി സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. 2000 സ്ലിങ്കിയെ നാഷണൽ ടോയ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി. ഇതുകൂടാതെ ഒരു ദേശീയ സ്ലിങ്കി ദിനവും, അതായത് ഓഗസ്റ്റ് 30 ക്ലിഫ്റ്റണിൽ അതിന്റെ കണ്ടുപിടുത്തത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ചരിത്ര മാർക്കറും തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പലരും പലപ്പോഴും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ അബദ്ധവശാൽ കണ്ടുപിടിച്ചതാണെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ഫ്രണ്ട്സ്? അപ്പോൾ ഇതുപോലെയൊക്കെ എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ സിക്സ്ത് സെൻസ് മലയാളത്തിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ.